ഫ്രണ്ട്സ്, മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലിബ്രസ്റ്റ് യെല്ലോ എന്ന് പറയുന്ന പെറ്റൂണിയയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല ബ്രൈറ്റായിട്ട് യെല്ലോ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ സൂര്യപ്രകാശം കുറച്ച് കുറവായതുകൊണ്ടാണ് ഇതിൻ്റെ കളറൊന്ന് ഫെയ്ഡായിട്ടിരിക്കുന്നത്. ഞാൻ മുന്നേ 1-2 ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നല്ല രീതിയിലുള്ള യെല്ലോ കളർ വരുന്ന പൂക്കളെ ഞാൻ കാണിച്ചിരുന്നു. ഇതൊക്കെ കണ്ടോ, ഇനിയും കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല വെറൈറ്റിയാണ്. ഒരു റെഡ് കളറും വൈറ്റ് കളറും പിന്നെ ഒരു ബ്ലൂ കളറിൻ്റെയൊക്കെ പൂക്കളുടെ കൂടെ ഇതൊന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അല്ലെങ്കിലും യെല്ലോ കളറിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഇതിനകത്തുനിന്ന് നല്ല രീതിയിൽ നമുക്ക് കട്ടിങ്സ് കിട്ടും, അതുപോലെ തന്നെ സീഡും കിട്ടും. സീഡ് ഇപ്പം നമുക്കുണ്ടായിട്ടുണ്ട്. പല കൂട്ടുകാരും സീഡ് സെയിലിനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സീഡ് എന്തായാലും നമ്മൾ സെയിലിന് വെക്കുന്നതാണ്. ഇപ്പോൾ മെച്ചേർഡായെങ്കിൽ മാത്രമേ സീഡ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പച്ച കളറിൽ തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഇതൊന്നും മെച്ചേർഡ് ആയിട്ടില്ല. ഇങ്ങനെയുള്ള സീഡുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പെറ്റൂണിയയുടെ സീഡുകൾ എപ്പോഴും ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് മെച്ചേർഡ് ആകുന്നത്. അതായത് ഈ ഒരു രീതിയിലൊക്കെ ബ്രൗൺ കളർ. ഇതിപ്പം ഇതിനകത്തുനിന്ന് കട്ട് ചെയ്യാറായിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്ത് നമ്മൾ ഒന്ന് കളക്ട് ചെയ്തിട്ട് വേണം സെയിൽ പോസ്റ്റ് ഇടാനായിട്ട്. കുറച്ച് കൂടുതൽ സീഡ് പോഡ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് കൂടുതൽ സീഡ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും കൊടുക്കാനുള്ള സീഡാവും. 1-2 സീഡ് പോഡിൽ സെയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും കിട്ടാതെ വരും. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പം താമസിക്കാതെ തന്നെ സെയിലിൻ്റെ പോസ്റ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഇതിനകത്തുനിന്ന് 1-2 സീഡ് പോഡൊക്കെ എനിക്ക് കിട്ടിയിട്ട് ഞാനത് ജെർമിനേഷൻ നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് ജെർമിനേറ്റായി കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് ഈ വീഡിയോ തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ഞ പെറ്റൂണിയയുടെ സീഡ് ജെർമിനേഷൻ ആകാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ജെർമിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ടും കസ്റ്റമേഴ്സിന് നമുക്ക് സീഡ് കൊടുക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ജെർമിനേഷൻ ഓക്കെ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മുളച്ച് വരുകയും ചെയ്തു കേട്ടോ. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള പെറ്റൂണിയയുടെ സീഡിനെ അപേക്ഷിച്ച് സീഡിന് അല്പം വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയണേ, വേർതിരിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും ഈ ഒരു യെല്ലോ പെറ്റൂണിയ. അപ്പം എല്ലാ കൂട്ടുകാരും കണ്ടല്ലോ, നല്ല രീതിയിൽ ജെർമിനേഷൻ ആയിട്ടുണ്ട്. ഇനി ജെർമിനേറ്റ് ആക്കാൻ ഉള്ള രീതിയൊക്കെ നമ്മൾ ചാനലിൽ മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ കയറി കാണുക. അതിനുശേഷം സീഡൊക്കെ ഇതുപോലെ ജെർമിനേഷൻ ആക്കിയിട്ട് ഒരുപാട്